പാരന്റിങ് ആണ് ഏറ്റവും ഇമ്പോർട്ടൻറ്റ്. ഒരു മൊബൈൽ ഫോൺ ഒരു കുട്ടിയുടെ കയ്യിലുണ്ടെങ്കിൽ അത് മതി ഏറ്റവും വലിയ സാഹചര്യം. പലപ്പോഴും കൊടുക്കേണ്ട ശിക്ഷ കൊടുത്ത് കറക്റ്റ് ചെയ്യേണ്ടതുപോലെ കറക്റ്റ് ചെയ്ത് കൗൺസിലിംഗ് കൊടുത്ത് കൊണ്ടുവന്നു കഴിഞ്ഞാൽ നമ്മുടെ ഭാഗത്തു നിന്ന് കുട്ടിക്ക് അപ്രീസിയേഷൻ കിട്ടുന്നില്ലെങ്കിൽ അതാണ് ഒരു സാൻഡ്വിച്ച് അപ്രോച്ച്. നല്ലത് പറയുന്നു, എന്നിട്ട് നമുക്ക് തിരുത്താനുള്ളത് പറയുന്നു. സ്വന്തം മാതാവിനെ പോലും കൊലപ്പെടുന്ന തരത്തിലേക്ക് കുട്ടി വളരുന്നതാണ്. എല്ലാവർക്കും മൈൻഡ് മാറ്റേഴ്സിലേക്ക് സ്വാഗതം. ഇന്ന് കേരളം മുഴുവൻ ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്നത് സ്കൂളുകളിലും ക്യാമ്പസുകളിലും നമ്മൾ മുമ്പെങ്ങും കണ്ടിട്ടില്ലാത്ത വിധത്തിലുള്ള ക്രൂരതകളാണ്. ചെറിയ മക്കൾ പോലും ക്രൂരമായിട്ട് പെരുമാറുക, സഹപാഠിയെ തല്ലുക, സഹപാഠിയെ കൊല്ലുക, ഇങ്ങനെ ഒട്ടനവധി സംഭവ വികാസങ്ങളിൽ നമ്മളൊക്കെ ആകെ ഷോക്കായിക്കൊണ്ടിരിക്കുകയാണ് അല്ലേ. ഈ ഒരു സമയത്ത് നമ്മൾ രക്ഷിതാക്കൾ ശ്രദ്ധിക്കേണ്ട കുറച്ച് കാര്യങ്ങളെ പറ്റിയാണ് ഇന്ന് മൈൻഡ് മാറ്റേഴ്സ് ഡിസ്കസ് ചെയ്യുന്നത്. സോ എല്ലാവർക്കും മൈൻഡ് മാറ്റേഴ്സിലേക്ക് സ്വാഗതം. തീർച്ചയായും നിങ്ങൾ ഈ വീഡിയോ കാണണം. പ്രോബ്ലംസ് വരുന്ന സമയത്ത് മാത്രം അതിനെക്കുറിച്ച് ഭയങ്കര സെൻസേഷണൽ വാർത്തകൾ വരുന്നു, തൊട്ടുടനെ അടുത്ത പ്രോബ്ലം വരുന്നു, അതിൻ്റെ പുറകെ പോകുന്നു. ഇങ്ങനെ പോയതുകൊണ്ട് കാര്യമില്ല. പകരം നമുക്ക് സൊല്യൂഷനിലേക്ക് പോകണം. ആ സൊല്യൂഷനിലേക്കുള്ള ഒരു ചിന്തയാണ് നിങ്ങളുമായി പങ്കുവെക്കുന്നത്. പ്രധാനമായും 4 ആസ്പെക്ട്സിലൂടെയാണ് കടന്നു പോകുന്നത്. ആദ്യത്തെ ആസ്പെക്ട്സ് എന്ന് പറയുന്നത് ഇത്തരം പ്രശ്നങ്ങളുടെയൊക്കെ ഉത്തരവാദി ആരെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ആദ്യം നമുക്ക് പറയാൻ പറ്റുന്ന ഉത്തരം അത് രക്ഷിതാക്കൾ തന്നെയാണ്. കാരണം പാരൻറ്റിങ് ആണ് ഏറ്റവും ഇമ്പോർട്ടൻറ്റ്. സോ പാരൻറ്റിങ് വെച്ചാണ് നമ്മൾ സ്റ്റാർട്ട് ചെയ്യുന്നത്. പലപ്പോഴും നമ്മൾ കുട്ടികളൊക്കെ നമ്മുടെ വീട്ടിൽ വളർന്നു വരുന്ന സാഹചര്യത്തിൽ കുട്ടിക്കാലത്ത് കുട്ടികൾ വീട്ടിൽ ഭയങ്കര അറ്റാച്ച്ഡ് ആയിരിക്കും. ടീച്ചേഴ്സിനോ ഫ്രണ്ട്സിനൊക്കെ കൂടുതൽ അറ്റാച്ച്മെൻറ്റ് ഉണ്ടാവുക പാരൻസിനോടായിരിക്കും. പക്ഷെ അവർ വളർന്നു വരുന്ന സാഹചര്യത്തിൽ അത് മാറുകയാണ്. അപ്പോൾ എന്തുകൊണ്ടായിരിക്കും അത് ഉണ്ടാവുന്നത്? ഒരു ഇമോഷണൽ ബോണ്ടിൻ്റെ ഒരു ആദ്യത്തെ ഘടകം എന്ന് പറയുന്നത് കുട്ടിയുമായിട്ട് നമ്മൾ വളരെ നല്ല രീതിയിൽ സമയം സ്പെൻഡ് ചെയ്യുക എന്നുള്ളതാണ്. ഒരു ചെറിയ കുട്ടീൻ്റെ കൂടെ ഏറ്റവും കൂടുതൽ ടൈം സ്പെൻഡ് ചെയ്യുന്നത് രക്ഷിതാക്കളാണ്. അതുകൊണ്ട് നല്ലൊരു ഇമോഷണൽ ബോണ്ട് ഉണ്ടാവും. മാത്രമല്ല ആ കുട്ടിയാണ് നമ്മുടെ ഒരു സെൻറ്റർ ഓഫ് വേൾഡ് അല്ലേ. നമ്മുടെ കംപ്ലീറ്റ് അറ്റൻഷൻ ആ കുട്ടിയാണ്. ആ കുട്ടിയെ എന്തും ചെയ്യുന്നത് നമുക്ക് ഭയങ്കര ഒരു പ്രോത്സാഹനമാണ്, നമുക്ക് ഒരു നല്ല ഒരു സന്തോഷമാണ്. ആ കുട്ടി ആദ്യമായിട്ട് ചിരിക്കുന്നത്, നടക്കുന്നത്, സ്വന്തമായിട്ട് എഴുന്നേറ്റ് നിൽക്കുന്നത്, ചാടാൻ തുടങ്ങുന്നത്, അല്ലെങ്കിൽ ആദ്യമായിട്ട് സ്വന്തമായിട്ട് എന്തെങ്കിലും ഒരു വാക്ക് ഉച്ചരിക്കുന്നതൊക്കെ ഒരു പല്ല് വന്നാൽ പോലും നമ്മൾ നല്ല രീതിയിൽ സന്തോഷിക്കുന്നു. ആ കുട്ടിയെ നമ്മളിങ്ങനെ അപ്രീഷിയേറ്റ് ചെയ്യുന്നു, ചിലപ്പോൾ ഫോട്ടോ എടുക്കുന്നു, നമ്മളത് ആഘോഷിക്കുന്നു അല്ലേ. ഇത് ആ കുട്ടിക്ക് ഒരു നല്ല രീതിയിൽ ഒരു പോസിറ്റീവ് കണക്ഷൻ, ഡോപ്പമിൻ അറിയാതെ അൺകോൺഷ്യസ് മൈൻഡ് അത് ഏറ്റെടുത്ത് നമ്മൾ രക്ഷിതാക്കളുമായിട്ടൊരു ബോണ്ട് ഉണ്ടാവാൻ ഇത് കാരണമാവുകയും ചെയ്യും. പക്ഷെ ഇതൊന്ന് വലുതായി കഴിയുമ്പോൾ നമ്മൾ ഈ അപ്രീസിയേഷൻ്റെ എമൗണ്ട് കുറയും. അപ്രീസിയേഷൻ്റെ എമൗണ്ട് കുറയുമെന്ന് പറഞ്ഞാൽ നമ്മൾ ആദ്യം സ്പെൻഡ് ചെയ്യുന്ന അത്രയും സമയം കുട്ടികളോട് നമ്മൾ സ്പെൻഡ് ചെയ്യുന്നില്ല. സ്പെൻഡ് ചെയ്യാൻ കിട്ടൂല, അത് പറഞ്ഞിട്ട് കാര്യമില്ല. പക്ഷെ നമ്മൾ അവർ സ്കൂളിലൊക്കെ പോയി അവർ വ്യത്യസ്ത സാഹചര്യങ്ങളിലൊക്കെ പോകുമ്പോൾ നമ്മൾ അവരിലുള്ള ചില തെറ്റുകളൊക്കെ കാണാനും തുടങ്ങും. ഈ അപ്രീസിയേഷൻ ഇല്ലാതെയായി, പക്ഷെ നമ്മൾ നല്ല രീതിയിൽ അവരെ ബ്ലെയിം ചെയ്യാനും തുടങ്ങും അല്ലേ. അവരുടെ സ്വഭാവ ദൂഷ്യങ്ങളൊക്കെ നമ്മളിങ്ങനെ ബ്ലെയിം ചെയ്യാനും തുടങ്ങും. ഇത് ആ കുട്ടിക്ക് നമ്മളിൽ നിന്ന് അകലാനുള്ള ആദ്യത്തെ ഒരു കാരണമായിരിക്കും. മാത്രമല്ല അവർ ഫ്രണ്ട്സിൻ്റെ കൂടെ ഇരിക്കുമ്പോൾ ആ ഫ്രണ്ട്സൊക്കെ അവരെ പറ്റി പോസിറ്റീവായിരിക്കാൻ പറയുന്നത്. ഒരു പെൺകുട്ടിയാണെങ്കിൽ ഏതെങ്കിലും ഒരു ആൺകുട്ടി പോസിറ്റീവായിട്ട് നിന്റെ ചിരി രസമുണ്ട്, നിന്നെ കാണാൻ രസമുണ്ട്, നിന്റെ ഡ്രസ്സ് രസമുണ്ട് എന്ന് പറയുമ്പോൾ ആ കുട്ടിക്ക് അട്രാക്ഷൻ തോന്നും. അത് നമുക്കും അങ്ങനെയാണ്. ആരെങ്കിലും നമ്മളോട് നിന്റെ ഡ്രസ്സ് നല്ല രസമുണ്ടല്ലോ എന്ന് പറഞ്ഞാൽ നമുക്കൊരു ഹാപ്പിനെസ് ആണ് അല്ലേ. ഈ നമ്മുടെ ബ്രെയിൻ അങ്ങനെയാണ് ട്രെയിൻഡ് ആയിരിക്കുന്നത്. പോസിറ്റീവായിട്ടുള്ള സാധനങ്ങൾ കേൾക്കുമ്പോൾ നമ്മൾ സന്തോഷിക്കും. അപ്പോൾ നമ്മുടെ മക്കൾക്ക് അവർ പോസിറ്റീവായിട്ട് നമ്മൾ അപ്രീഷിയേറ്റ് ചെയ്യുക. നല്ല കാര്യങ്ങൾ ചെയ്യുമ്പോൾ നമ്മൾ എത്ര തിരക്കാണെങ്കിലും നല്ല കാര്യം നമ്മൾ പോസിറ്റീവായിട്ട് അപ്രീഷിയേറ്റ് ചെയ്യുക. അതിൻ്റെ ഒരു അഡ്വാൻറ്റേജ് എന്താണെന്നറിയോ? അങ്ങനെയാകുമ്പോൾ അവരുടെ ഭാഗത്തു നിന്നുണ്ടാകുന്ന സ്വഭാവ ദൂഷ്യങ്ങൾ നമുക്ക് തിരുത്താനും പറ്റും. ഉദാഹരണത്തിന് അല്ലെങ്കിൽ തിരുത്തൽ മാത്രമാകുമ്പോൾ കുട്ടിക്ക് നമ്മളോട് വെറുപ്പാണ്. അപ്പോൾ അവിടെ വേണ്ടത് ഒരു സൈക്കോളജി പറയുന്നത് കിസ് കിക്ക് ആൻഡ് കിസ് അപ്രോച്ചാണ്. അപ്പോൾ നമ്മുടെ പാരൻസ് ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ ആദ്യം അവൻ്റെ പോസിറ്റീവ് കാണുക, അവനെ അപ്രീഷിയേറ്റ് ചെയ്യുക, ആൻഡ് ദെൻ അവന് തിരുത്തേണ്ട കാര്യങ്ങൾ തിരുത്തേണ്ടതുപോലെ പറഞ്ഞു കൊടുക്കുക, ആൻഡ് ദെൻ വീണ്ടും അപ്രീഷിയേറ്റ് ചെയ്യുക. ഈ ഒരു ഫോർമാറ്റിൽ നമ്മൾ ചെയ്യണം. ഒരു ഉദാഹരണത്തിന് നമ്മളൊരു ആൻസർ പേപ്പർ കിട്ടിക്കഴിഞ്ഞാൽ ഏറ്റവും കുറഞ്ഞ മാർക്കുള്ളത് ഏതാണ് അതിനാണ് രക്ഷിതാക്കൾ പ്രാധാന്യം കൊടുക്കുന്നത്. പകരം കൂടിയ മാർക്കുള്ളതിന് അപ്രീസിയേഷൻ കൊടുക്കണില്ല. അപ്പോൾ ആദ്യം അപ്രീസിയേഷൻ കൊടുത്തിട്ട് തിരുത്തുക. ആൻഡ് ദെൻ രണ്ടാമത് ഒരു തെറ്റ് ചെയ്യുമ്പോൾ ആ കുട്ടിയെ തെറ്റുകാരനെ കാണുന്നതിന് പകരം പ്രവൃത്തിയെ തെറ്റായിട്ട് കാണുക എന്നുള്ളതാണ്. പലപ്പോഴും നീ മടിയനാണ്, നീ ഒന്നിനും കൊള്ളില്ല, നീ ഒന്നിനും പറ്റില്ല എന്ന് പറയുന്നതിന് പകരം നിനക്ക് മടിയുണ്ട് എന്ന് പറയുമ്പോൾ രണ്ട് അപ്രോച്ച് വ്യത്യാസമാണ്. ഇവിടെ ഈ ഒരു പാരന്റിങ്ങിൽ പ്രവാചകൻ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഒരു ലെസൺ ഉണ്ട്. അത് ഒരാൾ എന്തെങ്കിലുമൊക്കെ തെറ്റ് ചെയ്തിട്ടേ അവരെ തിരുത്തണമെന്ന് ആഗ്രഹം ഉണ്ടെങ്കിൽ പ്രവാചകൻ എന്താ ചെയ്യുന്നത് വെച്ചാൽ അയാളുടെ പോസിറ്റീവ് ക്വാളിറ്റി ആദ്യം പറയും. നീ ഭയങ്കര നല്ല ഒരാളാണ് കേട്ടോ, ഇതും കൂടെ ഉണ്ടായിരുന്നെങ്കിൽ നീ കുറച്ചും കൂടെ മഹാനായനെ, ഗ്രേറ്റ് ആയനെ എന്നുള്ള രീതിയിൽ അല്ലേ. നീ ഇങ്ങനെ ചെയ്തു, ഇതും കൂടെ ഉണ്ടെങ്കിൽ. അതാണ് ഒരു സാൻഡ്വിച്ച് അപ്രോച്ച്. നല്ലത് പറയുന്നു, എന്നിട്ട് നമുക്ക് തിരുത്താനുള്ളത് പറയുന്നു, വീണ്ടും നല്ലത് കൊണ്ട് നമ്മൾ. ഉദാഹരണം പറയുകയാണെങ്കിൽ ഇപ്പോൾ ഒരു ഭാര്യ മനോഹരമായി ഉമ്മ നല്ല എന്താ പറയുക ഒരു ബീഫ് കറി ഉണ്ടാക്കി ഭർത്താവിന് കൊടുക്കുകയാണ്. ഭർത്താവ് അത് കഴിച്ചിട്ട് രസമില്ലാന്ന് പറഞ്ഞതിന് പകരം അടിപൊളിയായിട്ട് പക്ഷെ ഉപ്പും കൂടി ഇട്ടിരുന്നുവെങ്കിൽ
എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അപ്രോച്ചബിൾ ആണ്, ഉപ്പ് ഇട്ടാൽ മതി എന്നുള്ളതാണ്. അതിന് പകരം ഇത് എന്തിനാണോ അതിന് കൊള്ളാത്ത സാധനം ഉണ്ടാക്കി ചോദിച്ചു കഴിഞ്ഞാൽ ആകെ മാറി. ഇതേ അപ്രോച്ചാണ് നമ്മൾ മക്കളോട് എടുക്കേണ്ടത്. പിന്നെ നമ്മുടെ ഭാഗത്തുനിന്ന് കുട്ടിക്ക് അപ്രീസിയേഷൻ കിട്ടുന്നില്ലെങ്കിൽ എവിടെ നിന്നാണോ അപ്രീസിയേഷൻസ് കിട്ടുന്നത്, എവിടെ നിന്നാണോ അറ്റൻഷൻ കിട്ടുന്നത്, കുട്ടി അങ്ങോട്ടേക്ക് പോകും എന്നുള്ളത് ഉറപ്പാണ്. റെക്കഗ്നേഷൻ നമുക്കൊക്കെ വിശപ്പാണ് അല്ലെ. റെക്കഗ്നേഷന് വേണ്ടിയിട്ട് ബേസിക്കലി മനുഷ്യന്മാർക്ക് നല്ല വാക്കുകൾ കേൾക്കാനും നല്ല രീതിയിൽ റെക്കഗ്നേഷൻ കിട്ടാനും അംഗീകാരം കിട്ടാനും മനുഷ്യന്മാർക്ക് താല്പര്യമുള്ളതുകൊണ്ട്. അപ്പോൾ അതീവൻ ഒരു ഡ്രഗ്സിന്റെ മാഫിയയിൽ കുടുങ്ങിയിട്ടാണ് ഈ കുട്ടിയെ വലിയൊരു ഹീറോയാക്കി അവർ കാണുന്നെങ്കിൽ അവരിൽ ആ കുട്ടി പെട്ടുപോകാനുള്ള സാധ്യത കൂടുതലാണ്. സോ നമ്പർ 1 ലെസൺ ഇസ്, നമ്മൾ കുട്ടികൾ എത്ര ആലോചിച്ചാൽ മതി, വലിയൊരു റോക്കറ്റ് സയൻസ് ഒന്നുമല്ല, ചെറിയ കുട്ടി നമ്മളോട് ഭയങ്കര ഇമോഷണലായിട്ട് അറ്റാച്ച്ഡ് ആയിട്ട് നിൽക്കുന്നത് നമ്മൾ 2 കാര്യങ്ങളാണ്. ഒന്ന്, നമ്മൾ നല്ല രീതിയിൽ ക്വാളിറ്റി ടൈം അവരുമായിട്ട് സ്പെൻഡ് ചെയ്യുന്നുണ്ട്. 2, അവരുടെ എല്ലാ അനക്കങ്ങളും നമ്മൾ ആസ്വദിക്കുന്നുണ്ട്, ആഘോഷിക്കുന്നുണ്ട്, കുട്ടിക്ക് അറ്റൻഷൻ കിട്ടുന്നുണ്ട്. അവർ വലുതായി വരുമ്പോൾ നമ്മുടെ ടൈം കുറയുന്നു എന്ന് മാത്രമല്ല, അവർ അപ്രീസിയേഷൻ നമ്മൾ കൊടുക്കുന്നില്ല, പകരം അവരെ കുറ്റപ്പെടുത്തലായിരിക്കാം അല്ലേ. അവനൊന്നും പഠിക്കുന്നില്ല, അവൻ നേരത്തെ നിൽക്കുന്നില്ല, പറഞ്ഞ അനുസരിക്കുന്നില്ല, ഫുള്ള് കളിയാണ്, ഫുള്ള് TV ആണ്, ഫുള്ളും ഇതിങ്ങനെ കേട്ട് മൈൻഡ് ലാസ്റ്റ് ആ കുട്ടി ട്യൂൺഡ് ആവും. നെഗറ്റിവിറ്റി കേട്ട് ആ കുട്ടി ഒരു മൈൻഡ്, എൻ്റെ ഉമ്മയും എൻ്റെ നെഗറ്റീവ് മാത്രമേ കാണുന്നുള്ളൂ എന്നായിരിക്കും കുട്ടി പലപ്പോഴും പറയാം. പ്രത്യേകിച്ച് കൗമാര പ്രായത്തിലാണ് ഇതുണ്ടാകുന്നത്. റെക്കഗ്നിഷൻ ഹങ്കർ ഏറ്റവും കൂടുതൽ ഉണ്ടാകുന്ന ടൈം എന്ന് പറയുന്നത് കൗമാര പ്രായത്തിലാണ്. ഈ കൗമാര പ്രായത്തിലാണ് കുട്ടി ഏറ്റവും കൂടുതൽ തെറ്റുകൾ ചെയ്യുന്നതും. അപ്പോൾ പാരൻസ് കാണുന്ന ഇവൻ്റെ തെറ്റും കുറ്റവും കുറവും മാത്രമാണ്. ഇപ്പോൾ വീട്ടിലേക്ക് പോകാൻ എനിക്ക് ഇഷ്ടമില്ല എന്ന് കുട്ടികൾ പറയുന്നതിൻ്റെ കാരണം ഇതാണ്. അതുകൊണ്ടാണ് ഈ കൗമാര പ്രായത്തിൽ കുട്ടികൾക്ക് പാരൻസിനേക്കാൾ കൂടുതൽ ഇമ്പോർട്ടൻസ് അവൻ്റെ കൂട്ടുകാരെ. അതുകൊണ്ടാണ് ഈ ഫ്രണ്ട്സ് നയിക്കുന്ന വഴിയിലൂടെ, തെറ്റായ വഴികളിലൂടെ നമ്മുടെ കുട്ടികൾ പോകുന്നത്. സോ നമ്മളെ കുട്ടികളെ ചേർത്ത് പിടിക്കുക. കുട്ടിയുടെ വിജയത്തിൽ നമ്മൾ ആഘോഷിക്കുന്നത് പോലെ തന്നെ കുട്ടിക്കൊരു പരാജയമുണ്ടായാൽ, ഒരു പാളിച്ചയുണ്ടായാൽ ചേർത്ത് പിടിക്കാൻ കൂടി രക്ഷിതാക്കൾ കൂടെ ഉണ്ടാവും. യെസ്. പിന്നൊന്ന്, നമ്മൾ ഈ കുട്ടി ഇങ്ങനെ ഈ വളർന്നു വരുമ്പോൾ സ്വാഭാവികമായിട്ടും തെറ്റുകൾ ഉണ്ടാവും അല്ലേ. ആ കുട്ടി ഓരോന്ന് പഠിച്ചു വരുന്നേ ഉള്ളൂ, അവർക്ക് ഓരോ ഡിസിഷൻസ് എടുക്കാനൊന്നും ആകുന്നില്ല. അപ്പോൾ നമ്മൾ ആ കുട്ടിയെ കംപ്ലീറ്റ്ലി സപ്പോർട്ട് ചെയ്യുന്ന ചില പാരൻസിനെ കാണാൻ പറ്റും. ഇപ്പോൾ ഒരു സ്കൂളിൽ നിന്നാണെങ്കിൽ ഒരു കുട്ടിയെ വിളിച്ചിട്ട് ഈ കുട്ടി ഇന്നൊരു കാര്യങ്ങൾ ചെയ്തിട്ടുണ്ട്, ഇന്നൊരു മിസ്റ്റേക്ക് വന്നിട്ടുണ്ട് എന്ന രീതിയിൽ സ്കൂൾ അധികൃതർ ആ പാരൻറ്റിനെ വിളിച്ച് പറയുകയാണെങ്കിൽ ചില പാരൻസ് ഒരു ഓവർ പ്രൊട്ടക്ഷനാണ്. എൻ്റെ കുട്ടി അങ്ങനെയൊന്നും ചെയ്യൂല, അങ്ങനെ ഒരു ഓവർ ട്രസ്റ്റ്. ആ കുട്ടിക്ക്, ആ പാരൻറ്റിന് അറിയുന്ന കുട്ടി ചിലപ്പോൾ ഒന്നും ചെയ്യൂലായിരിക്കും. ആ പാരൻറ്റിന് ആ കുട്ടി ആ വീട്ടിലുള്ള സ്വഭാവം മാത്രമേ അറിയുള്ളൂ. ആ കുട്ടി പുറത്ത് പോകുമ്പോൾ ഉണ്ടാകുന്ന സാഹചര്യം മോശമാവാം, അല്ലെങ്കിൽ ഏറ്റവും കൂടുതലായിട്ട് ഒരു മൊബൈൽ ഫോൺ ഒരു കുട്ടിയുടെ കയ്യിലുണ്ടെങ്കിൽ അത് മതി ഏറ്റവും വലിയ സാഹചര്യം. പലപ്പോഴും നമ്മൾ സാഹചര്യങ്ങൾ എന്ന് പറയുമ്പോൾ നമ്മൾ സ്കൂളും അല്ലെങ്കിൽ അങ്ങാടികളും ബസ് സ്റ്റോപ്പുകളും മാത്രം ആ സാഹചര്യം, അവരുടെ ഫോൺ ഒരു വലിയ സാഹചര്യമാണ്. അപ്പോൾ അവിടെ ഏത് കെണിയിലാണ് ഈ കുട്ടികൾ പെടുന്നത് നമുക്ക് പറയാൻ പറ്റില്ല. ഏത് രീതിയിലാണ് ഈ കൗമാര പ്രായത്തിലുള്ള കുട്ടികൾ ചേരുന്ന സമയത്തൊക്കെ റാഗിങ് അങ്ങനത്തെ കുറേ വിശ്വസുകൾ ഉണ്ടാകും. അപ്പോൾ അധികം രക്ഷിതാക്കൾ, എനിക്ക് തന്നെ അനുഭവമുണ്ട്, എൻ്റെ മോനോട് ചോദിക്കാൻ നിങ്ങൾ ആരാണ്, എൻ്റെ മോനോട് ഇത് പറയാൻ നിങ്ങൾ ആരാണ് എന്ന് ചോദിക്കുന്ന രക്ഷിതാക്കളുണ്ട്. പലപ്പോഴും വിചാരിക്കുന്നത് അൺകണ്ടീഷണൽ ലവ് ആണെന്നാണ്. അൺകണ്ടീഷണൽ പ്രൊട്ടക്ഷനാണ്. അങ്ങനെ മറ്റുള്ളവരുടെ മുമ്പിൽ നിന്ന് കുട്ടികളെ എല്ലാ അർത്ഥത്തിലും പ്രൊട്ടക്ട് ചെയ്ത് കഴിഞ്ഞാൽ ഞാൻ എന്ത് ചെയ്താലും കുഴപ്പമില്ല, എൻ്റെ രക്ഷിതാവിൻ്റെ കൂടെ ഉണ്ടെന്നുള്ള കോൺഫിഡൻസ് ആണ് ആ കുട്ടിക്കുണ്ട്. അതാണ് ഇത്തരം കൊലപാതകങ്ങൾക്കും ഇത്തരം അതിലെ സെൻഡ് ഓഫ് വരുമ്പോൾ വണ്ടി എടുത്തിട്ട് പോവുക, എന്തൊക്കെയാണോ ചെയ്യാൻ പറ്റുന്നത് അതൊക്കെ ചെയ്യുന്നത് ഈ ഒരു പ്രൊട്ടക്ഷൻ, ഒരു സപ്പോർട്ട് പ്രതീക്ഷണമാണ്. അതെ. അപ്പോൾ ഈ രക്ഷിതാക്കൾ എന്താ വെച്ചാൽ ഈ കുട്ടിക്ക് അവർ പറയും ഞാൻ എൻ്റെ കുട്ടിയുടെ കാര്യത്തിലൊന്നും ഇടപെടില്ല, അവന് ഇഷ്ടമുള്ളത് അവന് ചെയ്യട്ടെ, അവന് ഇഷ്ടമുള്ളത് അവൻ ചൂസ് ചെയ്യട്ടെ. ഇതൊരു ഒരു ഷോ ഓഫ് കൾച്ചർ എന്നാണ് ഞാൻ പറയുള്ളൂ. കാരണം ഒരു കുട്ടി, എൻ്റെ കുട്ടിക്ക് ഏത് രീതിയിൽ പോകണം എന്ന് ഞാനും കൂടെ പറഞ്ഞു കൊടുക്കണം, ഞാൻ ഗൈഡ് ചെയ്യണം ആ കുട്ടിക്ക്. കാരണം ആ കുട്ടീനേക്കാൾ കൂടുതൽ എക്സ്പീരിയൻസസും ആ കുട്ടീനേക്കാൾ കൂടുതൽ ഇവിടെ ജീവിച്ചതും ഞാനാണ് അല്ലേ. അത് മാത്രമല്ല, ആ കുട്ടിയുടെ ഒരാളുടെ മെച്യൂരിറ്റി പീരീഡ് എന്ന് പറയുന്നത് 21 അല്ലെങ്കിൽ 23 ഏജിന് മുമ്പാണ്. അഥവാ പ്രീ ഫ്രണ്ടൽ കോർട്ടക്സ് ഡെവലപ്പ് ആവുന്നത് 21, 23, 25 വയസ്സാകുമ്പോഴൊക്കെയാണ്. അപ്പം അതിന് മുമ്പ് മെച്യൂർഡായ തീരുമാനം എടുക്കാൻ പറ്റില്ല, ഇമോഷണൽ ഡിസിഷൻ എടുക്കാനേ കഴിയുള്ളൂ. അപ്പോൾ അവിടെ ടീച്ചേഴ്സിൻ്റെ ഗൈഡൻസ് വേണം, പാരൻസിൻ്റെ ഗൈഡൻസ് വേണം, മുതിർന്നവരുടെ ഗൈഡൻസ് വേണം. പക്ഷേ ഇന്നത്തെ കാലത്ത് എന്താ പറയുക, ഈ മോറൽ പോലീസിംഗ് എന്നൊക്കെ പറഞ്ഞിട്ട് സമൂഹത്തിനൊന്നും ചെയ്യാൻ പറ്റില്ല. ടീച്ചേഴ്സിന് തീരെ റോളില്ലാതെ, അപ്പോൾ പാരൻറ്റും അവിടെ ഇടപെടുന്നില്ല എങ്കിൽ പാരന്റ് എങ്ങനെയാണ് ആ കുട്ടിക്ക് ഇഷ്ടമുള്ളത് ചെയ്യട്ടെ. അതൊരു നമ്പർ 1 മിസ്റ്റേക്കാണ്. കുട്ടിക്ക് ഇഷ്ടമുള്ളത് ചെയ്യാം, ആസ്ക് ലോങ് ആസ് ഇറ്റ്സ് ഗുഡ്. അത് നല്ലതാണോ അല്ലയോ എന്ന് പറഞ്ഞു കൊടുക്കണം നമ്മളാണ്. അപ്പോൾ നമ്മൾ കുട്ടീനെ കറക്റ്റ് ചെയ്യാൻ നോക്കും. ആ കുട്ടി നമ്മൾ
വിചാരിക്കുന്ന രീതിയിൽ പോകുന്നതിൽ പിന്നെ രക്ഷിതാക്കളാകെ എന്താ ചെയ്യുക, പറഞ്ഞാൽ അനുസരിക്കുന്നില്ലല്ലോ, പറഞ്ഞാൽ കേൾക്കുന്നില്ല എന്നൊരു കയറൂരി വിടും. അത് ആ കുട്ടിക്ക് മാത്രമല്ല, ആ കുട്ടി കാരണം ബാക്കിയുള്ള ആളുകൾക്കും പ്രശ്നം. നമ്മുടെ മക്കളെ കൺട്രോൾ ചെയ്യാൻ നമുക്ക് പറ്റണ്ടേ ശരിക്കും? അത് ഇമോഷൻസിലൂടെ നല്ല സ്നേഹം അവർക്ക് കൊടുത്തിട്ട് അവരുടെ സ്നേഹം പിടിച്ചു വാങ്ങിയിട്ട് കറക്റ്റ് ചെയ്യേണ്ടത് നല്ല സമയത്ത് നമ്മൾ കറക്റ്റ് ചെയ്ത് മുന്നോട്ട് പോയാൽ ഈ കുട്ടിയെ നമുക്ക് കൺട്രോൾ ചെയ്യാൻ പറ്റും. ഒരു വീട്ടിൽ കുട്ടി വൈകുന്നേരം വീട്ടിൽ കുട്ടി വന്ന് കയറേണ്ട ഒരു സമയമുണ്ട്. ആ സമയം കഴിഞ്ഞിട്ടും കുട്ടി വന്നിട്ടില്ലെങ്കിൽ രക്ഷിതാക്കൾ ചോദിക്കണ്ടേ? ഇത് തുടക്കത്തിൽ തന്നെ ഒരു കുട്ടിയും മൊബൈൽ അഡിക്ഷനോടുകൂടെ ജനിക്കുന്നില്ലല്ലോ, ഡ്രഗ് അഡിക്റ്റ് ആയിട്ട് ആരും ജനിക്കുന്നില്ലല്ലോ. ഇതൊക്കെ ആയിപ്പോകുന്നതല്ലേ സാഹചര്യങ്ങൾ കാരണം. അപ്പൊ രക്ഷിതാക്കൾ എന്ന് പറഞ്ഞാൽ ഈ ഒരു പരിധി വരെ രക്ഷിതാക്കൾ ഇനീഷ്യലി നമ്മൾ ഈ പറഞ്ഞതുപോലെ ഓവർ പ്രൊട്ടക്ട് ചെയ്യും. എൻ്റെ കുട്ടി ഇതൊന്നും ചെയ്യൂല, എൻ്റെ കുട്ടി അങ്ങനെയൊന്നുമല്ല, എൻ്റെ കുട്ടി ഇങ്ങനെ നമ്മളിങ്ങനെ വിശ്വസിക്കാൻ നമുക്ക് ഇഷ്ടം നല്ലത് തന്നെ നമ്മൾ വിശ്വസിക്കണം. പക്ഷെ ഉള്ളിൽ നമുക്കൊരു ഒരു കൺഫ്യൂഷൻ, ഒരു എന്താ പറയാ, ഒരു ബോധം, അതായത് ഒരാളെയും അമിതമായി വിശ്വസിക്കാനോ അമിതമായി അവിശ്വസിക്കാനോ പാടില്ല. അപ്പൊ ഭയങ്കര ഡൗട്ട്ഫുൾ ആയിട്ട് നിൽക്കുന്ന രക്ഷിതാക്കളുണ്ട് കേട്ടോ. ഈ കുട്ടി എന്ത് ചെയ്താലും പ്രശ്നം, അപ്പൊ നല്ല കുട്ടി എന്ത് ചെയ്താലും പ്രശ്നമാക്കുന്ന അതല്ല. പക്ഷെ നമ്മൾ ഈ കുട്ടി ഓക്കെ എന്തെങ്കിലും ടീച്ചർ ഇത് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്തെങ്കിലും ഒരു വസ്തുത ഉണ്ടാവും, ഒന്നില്ല ആ കുട്ടിയുടെ മൊബൈൽ ഫോൺ ഒന്ന് ചെക്ക് ചെയ്ത് നോക്കാം. അങ്ങനെയുള്ള കുറച്ച് സാധനങ്ങൾ രക്ഷിതാക്കൾ, ഓവർ പ്രൊട്ടക്ഷൻ എന്ന് പറയുന്ന ഒരു സാധനം രക്ഷിതാക്കൾക്ക് ഉണ്ടാവാൻ പാടില്ല. അത് കുട്ടി മോശത്തിൽ, അതുകൊണ്ടാണ് പിന്നെ കൺട്രോൾ കിട്ടാത്തത്. ആദ്യത്തെ ഒരു ദിവസം ഒരു കുട്ടി 7 മണിക്ക് കയറി വന്നു എന്ന് വെച്ചോ, അന്ന് നമ്മൾ സ്ട്രോങ് ആയിട്ട് കൺട്രോൾ ചെയ്ത് നല്ല രീതിയിൽ പറഞ്ഞ മോനെ എന്നും 7 മണിക്ക് മുമ്പ് ഇവിടെ എത്തണമെന്ന് പറഞ്ഞാൽ ആ കുട്ടി പിന്നെ ഓട്ടോമാറ്റിക്കലി വരും. ഇനി വന്നില്ല എന്ന് വിചാരിക്കുക, വന്നിട്ടില്ലെങ്കിൽ അന്ന് തന്നെ തക്കതായ ശിക്ഷ കൊടുക്കണം. അത് തുടക്കത്തിൽ ചെയ്യാത്തത് കൊണ്ടാണ് കുറേ കഴിയുമ്പോൾ അത് ആസ്യൂഷ്യൽ ആകുന്നത്. അഥവാ ഉമ്മ അല്ലെങ്കിൽ മാതാവ് അല്ല അമ്മ ഒരു തവണ മോനെ വിളിച്ചു, 2 തവണ വിളിച്ചു, 3 തവണ വിളിച്ചിട്ട് വരാത്ത മാതാവ് എന്ന് പറയാം, എത്ര വിളിച്ചിട്ടും കാര്യമില്ല അവൻ വരില്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ലൈസൻസ് ആയി. പകരം നമ്മൾ വിളിച്ചു കഴിഞ്ഞാൽ അവൻ വന്നിരിക്കണം എന്നൊരു സിസ്റ്റം നമുക്ക് കൊണ്ടുവരാൻ പറ്റണം. അത് ഉമ്മയാണെങ്കിലും ഉപ്പയാണെങ്കിലും പാരൻസ് ആണെങ്കിലും. കാരണം നമ്മൾ സമൂഹത്തിലേക്ക് ഒരു കുട്ടിയെ വിടുമ്പോൾ ആ കുട്ടി നാശായാലും നമുക്കും സമൂഹത്തിനൊക്കെ വലിയൊരു ഉത്തരവാദിത്തം, ഭാരിച്ച ഉത്തരവാദിത്തമായിട്ട് മാറാണ്. ചില പാരൻസിനൊക്കെ അങ്ങനെയാണ്, മക്കൾ ഭയങ്കരമായ കൺട്രോൾ വിട്ടിട്ട് പോയ ആൾക്കാരൊക്കെ ഉണ്ടാവാം. നമ്മൾ പറയുന്നത് കുട്ടികൾ കേൾക്കാത്ത അവസ്ഥകൾ ഉണ്ടാവാം. ആ ഒരു സമയത്ത് നമ്മൾ കഴിവിൻ്റെ പരമാവധി ശ്രമിച്ചിട്ടും ആ കുട്ടി നമ്മളുടെ പരിധിയിൽ വരുന്നില്ലെങ്കിൽ നമ്മൾക്ക് കൗൺസിലിംഗ് സപ്പോർട്ട് വേണം, നിയമസഹായങ്ങൾ നേടേണ്ടി വരും. അപ്പോൾ നമ്മൾ അഭിമാനം നോക്കരുത്. ഉദാഹരണത്തിന് നമ്മുടെ കുട്ടി ചെറിയൊരു തെറ്റിൽപ്പെട്ട് ആരെങ്കിലും അറിയുന്ന വിചാരിച്ചിട്ട് ആരോടും പറയാതെ അഡ്ജസ്റ്റ് ചെയ്ത് കൊണ്ടോ ടീച്ചേഴ്സിനോടും പാരന്റ് അവർക്ക് പറയുന്നത് ഞാൻ നോക്കിക്കോളാം എന്ന് പറയും. അങ്ങനെ ചെയ്ത് കഴിഞ്ഞാൽ ആ കുട്ടി അതിനേക്കാൾ വലുതിലേക്കാണ് പോകുന്നത്. പകരം ആ ചെറിയ തെറ്റ് മറ്റു കുറേ ആളുകൾ അറിഞ്ഞെന്ന് വിചാരിക്കുക, പബ്ലിസിറ്റി ആക്കണം എന്നല്ല പറയുന്നത്, അഥവാ അറിഞ്ഞെന്ന് വിചാരിക്കുക, എന്നാലും കുഴപ്പമില്ല, കുട്ടിക്ക് കൊടുക്കേണ്ട ശിക്ഷ കൊടുത്ത് കറക്റ്റ് ചെയ്യേണ്ടതുപോലെ കറക്റ്റ് ചെയ്ത് കൗൺസിലിംഗ് കൊടുത്ത് കൊണ്ടുവന്നു കഴിഞ്ഞാൽ വലിയ തെറ്റിലേക്ക് പോകില്ല. അല്ലെങ്കിൽ എന്താ പ്രോബ്ലം എന്ന് വെച്ച് കഴിഞ്ഞാൽ സ്വന്തം മാതാവിനെ പോലും കൊലപ്പെടുന്ന തരത്തിൽ കുട്ടി വളരുന്നുള്ളതാണ്. അപ്പോൾ അത്തരം പ്രോബ്ലംസ് വരുമ്പോൾ പ്രത്യേകിച്ച് കൗമാര പ്രായത്തിൽ നമ്മളെ കൺട്രോൾ കിട്ടാത്തൊരു സിറ്റുവേഷൻ വരുന്നുണ്ടെങ്കിൽ അവിടെ പാരന്റ് കൃത്യമായിട്ട്, അത് പോലീസ് സഹായമാണെങ്കിൽ പോലീസ് സഹായം നേടണം, കൗൺസിലിംഗ് ആണെങ്കിൽ അത് വാങ്ങണം, എങ്ങനെയെങ്കിൽ പൊതുവെയുള്ള കുടുംബത്തിൻ്റെ ഒക്കെ സഹായമാണെങ്കിൽ അത് വാങ്ങാം. അതിനൊന്നും പഠിച്ചെന്നിട്ട് കാര്യമില്ല. നമ്മളെ മക്കളെ പ്രോപ്പർ ട്രാക്കിലേക്ക് ആക്കാൻ രക്ഷിതാക്കൾ. അതിപ്പോൾ കഴിഞ്ഞ ദിവസം ഒരു ചെക്കനെ MDMA ആയിട്ട് പിടിച്ചു. അപ്പോൾ അച്ഛൻ പറഞ്ഞത് പോലീസിന് നന്ദി, എൻ്റെ മോനെ എനിക്ക് നന്നായിട്ട് തിരിച്ചു കിട്ടണം, ഞാൻ അവനെ പ്രൊട്ടക്റ്റ് ചെയ്യില്ല, അവൻ അതിൻ്റെ ശിക്ഷ അനുഭവിക്കണം. ആ ഒരു സ്റ്റൈൽ ഓഫ് പാരന്റിങ് ആണ് ഇത്തരം കേസുകൾ നിർബന്ധം. അപ്പം നമ്മളിതുവരെ പറഞ്ഞതിൽ ഒന്ന്, ആ കുട്ടിയെ നമ്മൾ അപ്രീഷിയേറ്റ് ചെയ്യുക. നല്ലത് നമ്മൾ എപ്പോഴും, അവരെത്ര വലുതായാലും നമ്മൾ കൊടുക്കണം സ്നേഹം. നമ്മൾ സ്നേഹവും അറ്റൻഷനും അപ്രീസിയേഷനും കൊടുക്കുന്നില്ലെങ്കിൽ അത് എവിടെ നിന്നാണോ കിട്ടുന്നത് കുട്ടി അവിടത്തേക്ക് പോകും, അവിടത്തേക്കാവും കുട്ടിയുടെ ഒരു ചായ്വ് എന്ന് പറയുന്നത്. 2, കുട്ടിയുടെ സ്വഭാവ ദൂഷ്യങ്ങൾ വരുമ്പോൾ നമ്മൾ കറക്റ്റ് ആദ്യമേ കറക്റ്റ് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ പ്രശ്നം ഉണ്ടാവില്ല. പക്ഷെ കറക്റ്റ് ചെയ്യൽ മാത്രം ആവരുത്, അതിൻ്റെ കൂടെ നമ്മൾ അപ്രീസിയേഷൻസ് കൊടുക്കണം. 3, നമ്മുടെ കുട്ടിയെ പറ്റി ആരെങ്കിലും നെഗറ്റീവായിട്ട് എന്തെങ്കിലും പറഞ്ഞിട്ടുണ്ടെങ്കിൽ, അല്ലെങ്കിൽ സ്കൂളിൽ നിന്നാവട്ടെ അല്ലെങ്കിൽ വേറെ ആരെങ്കിലും ഇങ്ങനെ ഒരു സാധനം ഡൗട്ട്ഫുൾ ആയിട്ട് എന്തെങ്കിലും പറഞ്ഞിട്ടുണ്ടെങ്കിൽ അവരെ കുറ്റപ്പെടുത്താതെ, ആ ടീച്ചേഴ്സ് എന്തിനാ എൻ്റെ കുട്ടീനെ പറ്റി തെറ്റ് പറഞ്ഞു എന്ന് നോക്കാതെ എൻ്റെ കുട്ടിയിൽ എന്തെങ്കിലും ഉണ്ടോ, ഞാൻ എന്തെങ്കിലും ഹെൽപ്പ് ചെയ്യാൻ പറ്റുമെന്ന് നമ്മളൊന്ന് ചെക്ക് ചെയ്യുക. പിന്നെ ഒന്ന്, നമ്മളെ മക്കളുടെ കാര്യത്തിൽ നമുക്ക് നല്ല റോളുണ്ടെന്നും അവർ നമ്മളുടെ കൺട്രോളിൽ നമ്മൾ വിചാരിക്കുന്ന തരത്തിൽ തന്നെ കുട്ടികൾ, കാരണം കുട്ടികൾക്ക് തെറ്റും ശരിയും അറിയുന്നില്ല, അത് അറിഞ്ഞു വരുന്നേ ഉള്ളൂ. അപ്പോൾ നമ്മൾ വേണം കുട്ടിയെ ഗൈഡ് ചെയ്യാൻ. അത് നമ്മൾ ഒരു എത്ര മോഡേണിസത്തോടു കൂടെ നമ്മളെ അവൻ്റെ കാര്യം അവൻ നോക്കട്ടെ, ഞാൻ ഇടപെടില്ല എന്ന് പറയുന്നത് ശുദ്ധ വിഡിത്തമാണ്. അപ്പോൾ കുട്ടിയെ ബിയോണ്ട് ലിമിറ്റ് കൺട്രോൾ വിട്ടുപോയി കഴിഞ്ഞാൽ കൗൺസിലിംഗ് സപ്പോർട്ടോ നിയമസഹായമോ തേടി നമ്മുടെ കുട്ടിയെ തിരിച്ച് ട്രാക്കിലേക്ക് കൊണ്ടുവരാൻ നമ്മളങ്ങ് വിട്ട് കളയരുത്.
നമ്മൾ പാരൻസ് നമ്മൾ ജോലിക്ക് വേണ്ടിയും വരുമാനത്തിന് വേണ്ടിയൊക്കെ ഓടുമ്പോൾ മക്കളെന്ന് പറയുന്ന അസറ്റിന് ഏറ്റവും പ്രാധാന്യം കൊടുക്കുക, ഇല്ലെങ്കിൽ അത് അസത്തായിട്ട് മാറും. എക്സാക്ട്ലി.